എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ സൺസെറ്റ് ബെൽസ്. കാണാൻ നല്ല ഭംഗിയില്ലേ? നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് ഈ സൺസെറ്റ് ബെൽസ് എന്ന് പറയുന്നത്. ഈ ഒരു റെഡ് ക്യാപ്പോട് കൂടി ഒരു യെല്ലോ ഫ്ലവർ, നല്ല ഭംഗിയാണ്. നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ, അതും ഈ 365 ദിവസവും നമുക്ക് പൂക്കൾ വേണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ സൺസെറ്റ് ബെൽസ്. ഇതിൻ്റെ ലീഫ് കണ്ടോ, അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഒരു ബ്രൗൺ ഷെയ്ഡ്, ഒരു ഗ്രീനിലൊരു ബ്രൗൺ ഷെയ്ഡുള്ള ഒരു ലീഫാണ് ഇതിൻ്റെത്. ഇതിൻ്റെ ലീഫി പ്ലാന്റായിട്ട് മാത്രം നിർത്തണമെങ്കിൽ പോലും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇപ്പം ഇതിൻ്റെ ഒരു മൊട്ട് വരുന്നതാണ്. ആദ്യം ഒരു ക്യാപ്പ് പോലെ, ഈ റെഡ് കളർ ഒരു ക്യാപ്പ് പോലെ മൊട്ട് വരും. അതിന് ശേഷമാണ് ഇതുപോലെ ഫ്ലവേഴ്സ് വരുന്നത്. കണ്ടോ, ഇതിപ്പോൾ ഫ്ലവേഴ്സ് വരുന്നതാണ്. ഇതിനകത്ത് കണ്ടോ ഒരു യെല്ലോ അതിനകത്തിരിക്കുന്നതുണ്ടോ, അത് അതിൻ്റെ മൊട്ടാണ്. അതിന് വന്ന് ഇതുപോലെ ഫ്ലവേഴ്സ് പോലെയാകും. ഈവൻ അതിൻ്റെ ക്യാപ്പ് പോലും കാണാൻ ഭംഗിയാണ്. ഇത് പൂ വന്ന് കൊഴിഞ്ഞു പോയൊരവസ്ഥയാണ് കേട്ടോ. പൂ വന്ന് കൊഴിഞ്ഞു പോയെങ്കിൽ പോലും ഇതിന് ഒരു പ്രത്യേക ഭംഗിയാണ്. അതൊരു ഫ്ലവറിനെ പോലെ, ആ ക്യാപ്പ് കണ്ടോ, അതൊരു ഫ്ലവറിനെ പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. അതിന് പോലും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇതെല്ലാം പൂ വന്ന് കൊഴിഞ്ഞു പോയതാണ്. പക്ഷെ അത് ആ ക്യാപ്പ് അതിന് ശേഷം കുറച്ച് നാൾ നിൽക്കും. അത് കഴിഞ്ഞതിന് ശേഷം അത് നശിച്ചു പോകും. ഇത് കണ്ടോ, പൂ വന്നിട്ട് കൊഴിഞ്ഞു പോകാൻ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്യാപ്പ് മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇതുപോലെ. അല്ലാന്നുണ്ടെങ്കിൽ ഈ അഴുകിയ ഫ്ലവർ ഇതിനകത്ത് ഇങ്ങനെ നിന്ന് അത് ഉണങ്ങി പോലാണ് പണി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് കൈകൊണ്ട് റിമൂവ് ചെയ്ത് കളയാനും പറ്റും. കണ്ടോ, ഞാനതിനെടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഭംഗിയുള്ള ഫ്ലവേഴ്സ്, അത് 365 ദിവസം നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് അത് വളരെ എളുപ്പമാണ്. വളരെ എളുപ്പമായിട്ടുള്ള ഇതാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഒരുപാട് എഫേർട്ടൊന്നും ഇട്ട് നമ്മൾ ഈ പ്ലാന്റിനെ വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് വെള്ളം നിന്ന് ഇത് അഴുകി പോകാതെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരുപാട് വെള്ളം ഇതിന് ഫീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ നമ്മൾ കൊടുക്കുന്ന പോലെ. എന്നാൽ വെള്ളം ഇല്ലാത്ത അവസ്ഥയും പാടില്ല. അത്യാവശ്യത്തിനുള്ള വെള്ളം കൊടുത്ത് നല്ല സൺലൈറ്റ് കൂടി ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല ബ്രൈറ്റ് കളേഴ്സായിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്ക് കിട്ടും. ഇത് കണ്ടോ, ഈ പ്ലാന്റിൻ്റെ കൂടെ ബാക്കി ഒരുപാട് ചെറിയ പ്ലാന്റ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതെടുത്ത് റീപോർട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബുഷിയായിട്ട് നമുക്ക് ഈ ഒരു ചട്ടിയിൽ തന്നെ നിർത്താം. ഇപ്പോൾ കണ്ടോ, ഈ ഒരൊറ്റ ചട്ടിയിലാണ് ഈ ഒരു കംപ്ലീറ്റ് സൺസെറ്റ് ബെൽസും നിൽക്കുന്നത്. ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിനെടുത്ത് വേറൊരു റീപോർട്ട് ചെയ്യാൻ പറ്റും. വേറൊരു പോട്ടിലോട്ട് നമുക്ക് റീപോർട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെ തന്നെ റീപോർട്ട് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചെറുതായിട്ട് ഇതിനെ ഒന്ന് ഒടിച്ചെടുത്ത് ഏതെങ്കിലും മണ്ണിൽ വെച്ച് കഴിഞ്ഞാലും എങ്ങനെയാണെങ്കിലും ഇത് നന്നായിട്ട് വളരും. പക്ഷെ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കരുത് എന്ന് മാത്രമാണ്. ഇതൊരു സക്കുലൻ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തണ്ട് കണ്ടോ, കുറച്ച് വെള്ളാംശം കൂടുതലുള്ളതാണ്. ഇങ്ങനത്തെ ചെടികൾക്ക് ഒരുപാട് വെള്ളം ആയിപ്പോയി കഴിഞ്ഞാൽ അവ എന്ത് ചെയ്യും, അഴുകിപ്പോകും. കണ്ടോ, പിന്നെ ഇതിൻ്റെ ഇലയൊക്കെ കണ്ടോ താഴെ, ഇത് ഒരുപാട് വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ അഴുകും. അത്രത്തോളം വെള്ളം അതിൽ ഇല്ലാണ്ട് നോക്കുക. ഈ ഒരു 365 ദിവസം നമുക്കിങ്ങനെ പൂത്ത് നിൽക്കുന്നൊരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഉറപ്പായിട്ട് വീട്ടിൽ വെക്കാം. ഇത് വളരാൻ വലിയ പോട്ടൊന്നും വേണമെന്നില്ല കേട്ടോ. ഇതെൻ്റെ മണി പ്ലാന്റ് നിൽക്കുന്ന ഇതെൻ്റെ മണി പ്ലാന്റ് നിൽക്കുന്ന ഒരു പോട്ടാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഒരു കുമ്പിടിയായിട്ട് ഒരുത്തൻ കയറി നിൽപ്പുണ്ട് കണ്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് ഞാനങ്ങ് വെറുതെ വിട്ടതാണ്. പക്ഷേ കണ്ടോ, ഇത്രയും ഒരു ചെറിയൊരു പോട്ടിൽ, അതും വേറൊരു പ്ലാന്റ് നിൽക്കുന്ന പോട്ടിൽ പോലും അതിന് വളരാൻ വലിയ പാടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മണ്ണോ ഒരുപാട് വെള്ളമോ ഇതോ ഒന്നും വേണ്ട. പക്ഷെ സൺലൈറ്റ് അത്യാവശ്യം വേണം, എങ്കിലേ പൂക്കത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അധികം പൂവ് കിട്ടത്തില്ല. ഒരുപാട് പൂക്കളുണ്ടാവും, അതും ഇതിൻ്റെ ഒരു സവിശേഷതയാണ്. ഒരുപാട് പൂക്കളുണ്ടാവും. നമ്മൾ പൂക്കൾക്ക് ക്ഷാമമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല പൂക്കളുണ്ടാവും. അതുപോലെ തന്നെ പൂ വരുന്നതിന് മുന്നേ ഉള്ളത് മൊട്ടുകളും കാണാൻ ഭംഗിയാണ്. അതുപോലെ പൂ പൊഴിഞ്ഞു പോയി കഴിഞ്ഞിട്ട് ഈ ക്യാപ്പുകൾ കാണാനും നല്ല ഭംഗിയാണ്. അതൊരു ഫ്ലവേഴ്സിനെ പോലെ ഒരു ഫീലിംഗ് ഉണ്ടാക്കും. കണ്ടോ, ലോ മെയിൻ്റനൻസിൽ നമുക്ക് 365 ദിവസം വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സൺസെറ്റ് ബെൽസ് ആയിരിക്കും. നിങ്ങൾക്ക് എളുപ്പമാണ്. ഇപ്പം ഈ ഒരു പ്ലാന്റിൽ നിന്ന് ഒരെണ്ണം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എടുത്തെന്ന് വെച്ച് പ്ലാന്റ് നശിച്ചൊന്നും പോകത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആരുടെ വേണമെങ്കിലും ചോദിക്കാം. ഒരു പ്ലാന്റിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കൊണ്ട് വെച്ചിരുന്നാൽ പോലും നിങ്ങൾക്ക് ഒരുപാട് പ്രൊപ്പഗേറ്റ് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ ശരിക്കും
പൊക്കി വളർന്നു വരും. കണ്ടോ, ഇതെല്ലാം ഇതിൻ്റെ ചെറിയ ചെറിയ തൈകളാണ്, അതിൽ നിന്ന് വരുന്നതാണ്. കണ്ടോ, അത് ഇത്രയും ചെറുപ്പത്തിൽ തന്നെ പൂക്കും. പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. പെട്ടെന്ന് പൂക്കുന്ന ഫ്ലവേഴ്സ്, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചിലർക്ക് ഈ ചെടി വെച്ച് കഴിഞ്ഞാൽ പൂക്കുന്നവരെ കാത്തിരിക്കാൻ ക്ഷമയില്ലാത്തവർക്ക് സൺസെറ്റ് ബെഡ്സ് ബെറ്റർ ഓപ്ഷനാണ്. കാരണം ചെറുതിലേ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പോലും നല്ല രീതിയിൽ പൂത്തു തുടങ്ങും. ഇത് വലിയ പ്ലാന്റൊന്നും അല്ല, ഇതൊരു ചെറിയൊരു പ്ലാന്റായിരുന്നു. കണ്ടോ, അതിപ്പം ഈ പ്ലാന്റ് നോക്കണ്ടേ, ഇത് അല്പം പൊക്കമുണ്ടല്ലോ. പക്ഷേ ഇതിൻ്റെ താഴെ വരുന്നുണ്ടോ ഈ പ്ലാന്റ്, ഇതിൻ്റെ കൂടെ വരുന്നൊരു പ്ലാന്റില്ലേ, അതിൽ തന്നെ ഇപ്പോഴേ മൊട്ടുകൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് എക്സാക്റ്റ് യെല്ലോ അല്ല, ഒരു ഓറഞ്ച് ഷെയ്ഡുള്ള യെല്ലോ ആണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിനെ കാണാൻ. അതുപോലെ തന്നെ ഒരു ലൈനും ഉണ്ട് അകത്ത്, ഒരു റെഡിൻ്റെ ഒരു ലൈനും ഉണ്ട് ആ ഫ്ലവേഴ്സിന് അകത്ത്. 2-3 ദിവസം ഇതിങ്ങനെ നിൽക്കുക കേട്ടോ, അത് കഴിഞ്ഞിട്ടിത് വാടിപ്പോകും. മുട്ട് വരുന്നതൊരു പ്രത്യേക ഭംഗിയാണ്. മഴ ആയതുകൊണ്ടാണ് ക്യാപ്പിനകത്തൊക്കെ വെള്ളം ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ അതും ഒരു പ്രത്യേക ഭംഗിയാണ്. കണ്ടോ, ഇതിപ്പം പുറത്തേ ഒന്നും അല്ല നിർത്തിയേക്കുന്നത്. ഇത് ഓൾറെഡി ഇവിടെ ഒരു സിറ്റ് ഔട്ട് ഏരിയയിൽ മണി പ്ലാന്റ് വെച്ചപ്പോൾ ആശാനും കൂടി കയറി അങ്ങ് വളർന്നതാണ്. പക്ഷേ കൊള്ളാം, നല്ല ഭംഗിയുണ്ട് എന്നുള്ളൊരു കൺസിഡറേഷനിലും മണി പ്ലാന്റിനെ ഉപദ്രവിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമുള്ളത് കൊണ്ടും അത് ഞാൻ ഇവിടെ അടുത്തൊന്നും റീപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ കണ്ടോ, അതുകൊണ്ട് നിങ്ങൾ വളർത്താൻ എളുപ്പമാണ്, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഒരു ചെറിയൊരു ഇത്ര സൈസുള്ള ചട്ടിയാണേലും മതി. എടുത്തിട്ട് നിങ്ങൾക്ക് സ്പേസ് ഇല്ലയെന്നുണ്ടെങ്കിൽ പോലും സിറ്റ് ഔട്ട് ഏരിയകളിൽ കുറച്ച് അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്നിടത്ത് നമുക്കിത് വെക്കാനായിട്ട് പറ്റും. ഇവിടെ ഒരു രോമങ്ങളോട് കൂടിയൊരു പൂക്കളാണിത് കാണാനായിട്ട്. അടുത്തൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.